ഈ നാടിൻ്റെ ശാപം മാറാൻ നാടിൻ്റെ ദേവതയായ വിളക്കായ ഗായത്രി ദേവി തമ്പുരാട്ടി എവിടെയാണെന്ന് കണ്ടുപിടിച്ച് കൂട്ടിക്കൊണ്ടുവരണം. ചെലയണ്ണ, ഉപ്പ പറഞ്ഞു കേട്ടിരിക്കുന്നു പണ്ട് നാട് കടത്തിയ കഥ. ശരിക്കും അറിയില്ല, ഒന്ന് പറഞ്ഞു തരാമോ എന്തിനാണ് നാട് കടത്തിയതെന്ന്? അതൊരു വലിയ കഥയാണ്. ഈ നാട്ടിലെ പേര് കേട്ട തറവാടാണ് ചെറുവള്ളി. തറവാട്ടിലെ കാരണവർ കോമക്കുറുപ്പ് തമ്പുരാൻ, ഭാര്യ വസുന്ധരാദേവി തമ്പുരാട്ടി. ഇവരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഒരു കുഞ്ഞ് ജനിച്ചത്. കടുത്ത ദേവീഭക്തയായിരുന്നു വസുന്ധരാദേവി. ദേവി നേരിട്ട് വന്നതുപോലെയാണ് ആ കുഞ്ഞിനെ കാണാൻ. അത്രയ്ക്ക് സുന്ദരി. കോമക്കുറുപ്പ് തമ്പുരാന് 2 അനിയന്മാരുണ്ടായിരുന്നു. ഈ നാടിനെ നശിപ്പിക്കാനായി ജനിച്ച 2 അസുരന്മാർ, ശക്തൻ തമ്പുരാനും കുഞ്ഞിക്കുട്ടൻ തമ്പുരാനും. ഈ ഗ്രാമം നല്ല സമൃദ്ധിയിലായിരുന്നു. തറവാട്ടിലെ പണിക്കാരായിരുന്നു ഞാനും കോമനും മാലതിയും. ഞങ്ങളെ കൂടാതെ നിരവധി ആളുകളും പണിക്കുണ്ടായിരുന്നു. കോമന് ഒരു മകനാണുള്ളത്. ഞങ്ങൾ പണിക്ക് പോകുമ്പോൾ അവനും കൂടെ വരുമായിരുന്നു തറവാട്ടിലേക്ക്. അവൻ അവിടെ വരുമ്പോൾ തമ്പുരാട്ടിക്കുട്ടിയും ഇറങ്ങി വരും കളിക്കാനായിട്ട്. ശക്തൻ തമ്പുരാനും കുഞ്ഞിക്കുട്ടൻ തമ്പുരാനും അത് കണ്ട മണിയെ ഓടിക്കും. എന്നാലും അവൻ വന്ന് തമ്പുരാട്ടിക്ക് ആമ്പൽപ്പൂ പറിച്ചു കൊടുക്കും, മാങ്ങ എറിഞ്ഞിട്ട് കൊടുക്കും. ദൂരെയുള്ള വേദപാഠശാലയിൽ ആരും കാണാതെ കൂട്ടുപോകും. മണിയുടെ മനസ്സിൽ തൻ്റെ അമ്മയും അച്ഛനും ജോലി ചെയ്യുന്ന തറവാട്ടിലെ കുട്ടി, ആ കുട്ടിയുടെ സ്നേഹം പിടിച്ചു വാങ്ങുക അതൊരു തെറ്റായിട്ടല്ല. തനിക്ക് പൂ പറിച്ച് തരാനും മാങ്ങ എറിഞ്ഞിട്ട് തരാനുമുള്ള ഒരു കൂട്ടുകാരൻ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും മണി നല്ലതുപോലെ പടം വരയ്ക്കും. കാലങ്ങൾ കടന്നു. ഗായത്രി ദേവി തമ്പുരാട്ടിക്ക് 17 വയസ്സുള്ളപ്പോൾ അച്ഛൻ തമ്പുരാൻ മരണപ്പെട്ടു. അതോടുകൂടി അമ്മ തമ്പുരാട്ടി കിടപ്പിലായി. തറവാടിൻ്റെ അധികാരം ശക്തൻ തമ്പുരാൻ്റെ കയ്യിൽ. മണിക്ക് 25 വയസ്സ് കഴിഞ്ഞു, തമ്പുരാട്ടിക്ക് 18. അതിസുന്ദരിയായ തമ്പുരാട്ടി നാട്ടിലെ പരദേവതയാണെന്നേ തോന്നും. അത്രയ്ക്ക് സുന്ദരി. മണിയും സുന്ദരനായിരുന്നു. മണി, ഞാൻ നിന്റെ കുലമോ ഗോത്രമോ ഒന്നും നോക്കിയിട്ടല്ല. നിന്നിലെ സ്നേഹമാണ് എന്നെ നിന്നിലേക്ക് അടുപ്പിച്ചത്. തമ്പുരാട്ടി, എനിക്ക് പേടിയാ. തമ്പുരാക്കന്മാരെങ്ങാലും അറിഞ്ഞാൽ. തമ്പുരാട്ടിയെ മണി സ്നേഹിച്ചതും മണിയിൽ നിന്ന് ഗർഭം ധരിച്ചതും എല്ലാം അവരറിഞ്ഞു. കോപം കൊണ്ട് കണ്ണു കാണാതായ തമ്പുരാക്കന്മാർ ഒരു രാത്രി മണിയുടെ കൂരയ്ക്ക് തീയിട്ടു. അതിൽ 3 ജീവനുകൾ പൊലിഞ്ഞു.
ഗർഭിണിയായ തമ്പുരാട്ടിയെ എല്ലാത്തിനും തമ്പുരാക്കന്മാർക്ക് കൂട്ടുന്ന വർഗീസിനെ കൊണ്ട് നാട് കടത്താനും ഈ ഗ്രാമത്തിന് പുറത്തു വെച്ച് കൊന്നുകളയാനും തമ്പുരാക്കന്മാർ. തമ്പുരാട്ടിയെ കൊല്ലാനാണ് എന്നെ പറഞ്ഞു വിട്ടത്. ഇല്ലെങ്കിൽ തമ്പുരാട്ടിയും കൊല്ലും, എന്നെയും കൊല്ലും തമ്പ്രാക്കന്മാര്. തമ്പുരാട്ടി, എനിക്ക് തമ്പുരാട്ടിയെ കൊല്ലാൻ കഴിയില്ല. എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടു ദേവി. പക്ഷേ അയാൾക്ക് തമ്പുരാട്ടിയെ കൊല്ലാൻ കഴിഞ്ഞില്ല. അയാളുടെ മരണത്തിന് തൊട്ടു മുമ്പ് വർഗീസ് അത് എന്നോട് മാത്രം തുറന്നു പറഞ്ഞു. അന്നു മുതൽ ഇവിടുത്തെ പരദേവതാ ക്ഷേത്രം തുറന്നിട്ടില്ല, തുറക്കാൻ പറ്റിയിട്ടില്ല. ഒരുപാട് പ്രശ്നങ്ങൾ വെച്ചു. ദേവീകോപം എന്ന് മാത്രമേ പ്രശ്നത്തിൽ തെളിയുന്നുള്ളൂ. അന്നു മുതൽ ഈ നാട് മുടിഞ്ഞു തുടങ്ങി. ഒരു പച്ച പുല്ല് പോലും പുതുതായി വരുന്നില്ല. ഇപ്പോൾ ഇതാ വസൂരിയും പടരുന്നു. ഗായത്രി ദേവി തമ്പുരാട്ടി എവിടെയാണെന്ന് കണ്ടുപിടിച്ച് കൂട്ടിക്കൊണ്ടുവരണം. എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് അയൽ ഗ്രാമങ്ങളിലൊക്കെ പറയാം. വെളിച്ചപ്പാട് അവിടെയൊക്കെ പോകുന്ന ആളല്ലേ, നമുക്ക് അവിടെയൊക്കെ ഒന്ന് അന്വേഷിക്കാം. മോളെ, ഇത്തിരി കഞ്ഞിവെള്ളം ഇഞ്ഞു കൊണ്ടുപോവാ, വല്ലാത്ത ദാഹം. വേണ്ട മോളെ. നാട്ടുകൂട്ടം കൂടിയിട്ട് തീരുമാനം എന്തായി മുത്തശ്ശ? ഞാൻ പറഞ്ഞില്ലേ മോളെ ഗായത്രി തമ്പുരാട്ടിയെ കുറിച്ച്. തമ്പുരാട്ടി നമ്മുടെ ഗ്രാമത്തിൽ കാലുകുത്തിയെങ്കിലേ നമ്മുടെ ഗ്രാമം രക്ഷപ്പെടൂ. അതെങ്ങനെ സംഭവിക്കും മുത്തശ്ശ? അറിയില്ല മോളെ കാവേരി, അച്ഛൻ വെളിച്ചപ്പാടിനോട് പറയാമെന്ന് പറഞ്ഞു. പിന്നെ അയൽഗ്രാമങ്ങളിൽ പോകുന്നവരോടും പറയാം. തമ്പുരാട്ടിയെ കണ്ടുപിടിച്ച ആ ശക്തൻ തമ്പുരാൻ്റെയും കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെയും അഹങ്കാരത്തിന് ഒരു കുറവ് കിട്ടും. Na, 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 na. ഇങ്ങള് വരി, പൂള പുരട്ടി വെച്ചിരിക്കുന്നുണ്ട് കഴിക്കാൻ. വന്ന് കഴിക്കൂ. ആ എത്തിയോ? ഇതെന്താ എത്ര വൈകിയത്? ഓ ഓ ഓ ഓ ചെല്ലയ്യ, നമ്മളിപ്പോൾ എവിടെ ചെന്ന് കണ്ടുപിടിക്കും തമ്പുരാട്ടിയെ? നമ്മുടെ വെളിച്ചപ്പാടിനോട് പറഞ്ഞിട്ടുണ്ട്. അയാൾ പിന്നെ പല വഴിക്കും പോകുന്ന ആളല്ലേ. നമ്മുടെ ഗ്രാമവും കടന്ന് തമിഴ്നാടും കർണാടകവും ഒക്കെ. അച്ഛാ, ഞങ്ങൾ കുറേ പേരെ അയൽ ഗ്രാമങ്ങളിലൊന്ന് പോകാം. പോകാം രാമു. പക്ഷേ ഈ വസൂരി നമ്മുടെ ഗ്രാമത്തിൽ മാത്രമായതുകൊണ്ട് നമുക്ക് അവിടെയൊക്കെ ഊരുവിലക്കല്ലേ. അതാണ് വലിയ പ്രശ്നം.
ശരിയാ, പടിഞ്ഞാറ്റുംകാര വരെ എത്തി. മരിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുന്നു. ആ, എത്ര വർഷങ്ങളായി ദേവി നട അടഞ്ഞു കിടക്കുന്നു. പണ്ട് കാലത്ത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് എണ്ണ കൊണ്ടുവന്ന് ദേവിയുടെ കൽവിളക്കിൽ ഒഴിച്ചിട്ട് തിരികത്തിക്കുമ്പോഴാണ് കൊടിയേറുന്നത്. അതെ, നമ്മുടെ ഉപ്പൂപ്പയുടെ കൈകൊണ്ട് ആ എണ്ണ കൊടുക്കണം. ആ കാലം നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. നമ്മുടെ നാട് ശരിക്കും ഉറങ്ങിയതുപോലെയായി. പള്ളികളിൽ പോലും ആണ്ടു നേർച്ചയും ചന്ദനക്കുടവും പെരുന്നാളും ഒന്നുമില്ലാതായി. പറഞ്ഞിട്ട് കാര്യമില്ല അബുവേ, ഇപ്പോൾ ഇതാ വസൂരിയും വന്നിരിക്കുന്നു. ഇതിൽ കൂടുതൽ നമുക്ക് എന്ത് അനുഭവിക്കാൻ? കാവേരി, ഉം. കാവേരി, ആ അനക്ക് നമ്മൾ ഉണ്ടാക്കിയ നെയ്യപ്പം കൊണ്ടുവന്നിട്ടുണ്ട്. ആഹാ. ഈ ഇതൊന്ന് കഴിച്ചു നോക്കിയാ ഇഷ്ടപ്പെട്ടിനാ? നല്ല രസമുണ്ടല്ലോ നബീസത്താ. എൻ്റെ ഉമ്മാന്റെ വീട്ടിലും വസൂരി ആയത്രേ. നമ്മളോട് അങ്ങോട്ട് ചെല്ലണ്ടെന്ന് പറഞ്ഞിക്കണ്. ഇന്നലെ ചന്തയിൽ വെച്ച് അബൂക്കാനെ നമ്മളെ നാട്ടിലെ ഒരാൾ കണ്ടിന്. അന്നേരം പറഞ്ഞതാ. ആ തമ്പുരാട്ടിനെ ഒന്ന് കണ്ടാ മതിയായിരുന്നു. ഓർക്കുണ്ടായ കുട്ടി ആണാണോ പെണ്ണാണോ എന്നൊന്നും അറിയില്ലല്ലോ. അതങ്ങനെ അറിയാനാ മോളെ? തമ്പുരാട്ടിക്ക് 5 മാസം ഉള്ളപ്പോഴാ ഈ നാടുകടത്തൽ. അന്ന് ഞാനും രാമു ഇവിടെ ഇല്ലായിരുന്നു. തമ്പുരാട്ടിക്ക് ദേവിയുടെ അനുഗ്രഹം നല്ലതുപോലെ ഉള്ള ആളാണ്. ഈ നാട്ടിൽ പനി വന്നാൽ പോലും ആരും വൈദ്യനെ കാണാൻ പോകില്ല. അത് ശരിയാ. ഇവന് ചത്തുപോകേണ്ട ജ്വരം വന്നതാ. എന്നിട്ടോ ഇവന്റെ അമ്മയും ഞാനും കൂടി കരഞ്ഞു വിളിച്ച് തമ്പുരാട്ടിയുടെ ഇല്ലത്തെത്തി. തമ്പുരാട്ടി ചരടി ഒഴിച്ചു തന്നു, ഭസ്മം പ്രാർത്ഥിച്ചു തന്നു. എന്നിട്ട് എന്തായി? ഉള്ളത് പറയാലോ, ചുട്ടുപൊള്ളുന്ന പനി പിടിച്ചു കെട്ടുന്ന പോലെ നിന്നു. മുത്തശ്ശ, ആ കുട്ടി ഇപ്പൊ ഉണ്ടെങ്കിൽ എത്ര വയസ്സുണ്ടാകും? ഒരു 28-29 വയസ്സായിട്ടുണ്ടാവും. ആ, അതെങ്ങനെയാ? ആ കുട്ടി ജീവനോടുണ്ടെന്ന് പോലും അറിയില്ലല്ലോ. ഇവിടെ കോവിലിരിക്കുന്ന ദേവി വിചാരിക്കട്ടെ തമ്പുരാട്ടി തിരിച്ചു വരണോ വേണ്ടയോ എന്ന്. എൻ്റെ അല്ലോ, നേരം കുറേയായി. കഞ്ഞിക്ക് അരിയിട്ടിട്ടില്ല. അബൂക്ക ചന്തയ്ക്ക് പോയിന്. കുട്ടികൾ ആശാൻ പള്ളിക്കൂടത്തിൽ നിന്ന് ഇപ്പൊ വരും. ഞമ്മള് പോട്ടെ? അല്ല മോളെ, ഒരിച്ചിരി ഉപ്പ് കല്ല് തരുമോ? ഓരോട് പറയാൻ മറന്നു. നിങ്ങൾ കയറി എടുത്തോളി താത്ത. കണ്ടുപിടിച്ചേ, ഞാൻ കണ്ടുപിടിച്ചേ, തമ്പുരാട്ടിയെ കണ്ടുപിടിച്ചേ, കണ്ടുപിടിച്ചു, ഞാൻ കണ്ടുപിടിച്ചു തല്ലയാ, തമ്പുരാട്ടിയെ ഞാൻ കണ്ടുപിടിച്ചു തല്ലയാ, ഞാൻ കണ്ടുപിടിച്ചു, തമ്പുരാട്ടിയെ കണ്ടുപിടിച്ചോ? കണ്ടുപിടിച്ചു, ഞാൻ കണ്ടുപിടിച്ചു തല്ലയാ. തമ്പുരാട്ടിയെ കണ്ടുപിടിച്ചോ? എവിടെ വെച്ചേ? കർണാടകത്തിൽ, അങ്ങ് കർണാടക അതിർത്തി. അവിടെ അമ്പലത്തിൽ കോമരം കെട്ടാനാ എന്നെ കൂട്ടിക്കൊണ്ടുപോയത്. അവിടെ ചെന്നപ്പോ തേജസ്വിയായ ഒരാൾ അവിടെ ഇരിക്കുന്നു. സംശയം തോന്നിയ ഞാൻ ആ അമ്മയുടെ അടുത്ത് ചെന്നു. അമ്മേ, ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ? ഒരു സംശയം എനിക്കുണ്ട്. ചോദിക്കൂ, എന്താണ് സംശയം? കേരളത്തിന്റെ വടക്ക് ദേശത്ത് നിന്നാണോ അമ്മയുടെ വരവ്? നല്ല മുഖപരിചയം തോന്നുന്നു. 30 വർഷമായി ഞാനിവിടെ എത്തിയിട്ട് ഇതുവരെ ആർക്കും തോന്നാത്ത സംശയം? ശരിയാണ്, ഞാൻ കേരളത്തിൽ നിന്നാണ് ഇവിടെ എത്തിയത്. എൻ്റെ പേര് ഗായത്രി ദേവി തമ്പുരാട്ടി. എഴുന്നേൽക്കൂ, എഴുന്നേൽക്കൂ. അമ്മ
കരയാതെ. ഇതെന്റെ മകൻ കാളിയൻ. ഇവിടെ ഉണ്ടായിരുന്ന അനർത്ഥങ്ങൾ ഞാൻ പറഞ്ഞു കേൾപ്പിച്ചു. അന്നേരം എന്നോട് ഞാൻ വന്നാൽ ആ നാട് നന്നാവുമെന്ന് എന്താണ് ഉറപ്പ്? ഉറപ്പാണ് തമ്പുരാട്ടി. തമ്പുരാട്ടി ആ നാട്ടിൽ നിന്ന് പോയ ശേഷം ശ്രീകോവിൽ അടഞ്ഞു തന്നെ കിടപ്പ. ഇന്ന് അവരത് തുറന്നിട്ടില്ല. പിന്നെ പല പ്രാവശ്യം പ്രശ്നം വെച്ചു. ഒന്നിലും ഫലം കണ്ടില്ല. പല താക്കോൽ മാറി മാറി നോക്കി. ഒന്നുകൊണ്ട് ക്ഷേത്ര നട തുറക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ആ ദേശം മാറ്റി വരണ്ടു. ഒരു കൃഷി പോലും പിടിക്കുന്നില്ല. അന്യദേശങ്ങളിൽ പോയി പണി ചെയ്ത് കിട്ടുന്നതുകൊണ്ട് ആളുകൾ ജീവിക്കുന്നു. പിന്നെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വസൂരി പടർന്നു പിടിച്ചിരിക്കുന്നു. പടിഞ്ഞാട്ടിങ്കര വരെ എത്തി കുറെ ആളുകളും മരിക്കുന്നു. ഇനി എന്നാ മാരാവ്യാധിക്ക് ഞങ്ങൾ അടിമകളായെന്ന് അറിയില്ല. ഇപ്പൊ ചെല്ലയ്യന തമ്പുരാട്ടി എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കണമെന്നും പറഞ്ഞ് എന്നെ അയച്ചത്. ചെല്ലയ്യോ, നമ്മളെ നാട്ടിൽ ചെന്ന് ആ നാട് നന്നാവുമെങ്കിൽ, മാറാവ്യാധി മാറുമെങ്കിൽ നമുക്ക് ആ നാടിനെ രക്ഷിച്ചുടമ്മ. ചെല്ലയ്യോടും നാട്ടുകാരോടും പോയി പറഞ്ഞോളൂ, ഞാൻ വരാം എന്റെ നാടിനെ രക്ഷിക്കാനായി. ആ ശക്തൻ തമ്പുരാനും അനിയൻ തമ്പുരാനും അറിയണ്ട. അറിഞ്ഞാലും ഒന്നുമില്ല. ആ കുടുംബം ശരിക്കും നശിച്ചില്ലേ? ഈ കാണുന്ന സ്വത്തുക്കളെല്ലാം തമ്പുരാട്ടിയുടേതാണെന്ന് എല്ലാവർക്കും അറിയാം. ഇനിയിപ്പോ കഴിഞ്ഞുകൂടുന്നത് എല്ലാം തമ്പുരാട്ടിയുടെ ഔദാര്യത്തിലല്ലേ? പാടത്ത് നെല്ലോ തേങ്ങാക്കളത്തിൽ ഒരു തേങ്ങ പോലും ഇല്ല. തമ്പ്രാനെ, തമ്പ്രാനെ, ഗായത്രി തമ്പുരാട്ടി കണ്ടുപിടിച്ചു തമ്പ്രാനെ. ഓഹോ, ഒരു പക്ഷേ മണിയുടെ കുടുംബത്തെ ചുട്ടുകൊല്ലാതിരുന്നെങ്കിൽ, ഗായത്രി മോളെ നാടുകടത്താതിരുന്നെങ്കിൽ, അവർ സ്വയം മനസ്സാലെ ഇതെല്ലാം വിട്ടുകൊടുത്തേനെ. അത്രയ്ക്ക് പാവമായിരുന്നവൾ. ഇനി എന്തൊക്കെ അനർത്ഥങ്ങൾ ഈ തറവാട്ടിൽ സംഭവിക്കുമാവോ? ആ കൊച്ചിനെ ഇവിടുന്ന് അടിച്ചിറക്കിയപ്പോ ചേട്ടനും അനിയനും വിചാരിച്ചു കാണും സ്വത്തൊക്കെ അവരുടെ പേരിലാവുന്നു. വല്യേട്ടൻ കാലശേഷം സ്വത്തുക്കൾ ഗായത്രിയുടെ പേരിൽ എഴുതിയത് ഇവർ അറിഞ്ഞു കാണില്ല. ഇവർക്കും അത്യാവശ്യം ഉണ്ടായിരുന്നതല്ലേ, എല്ലാം തൊലച്ചു കളഞ്ഞിട്ട്. ആരോ വരുന്നുണ്ടല്ലോ. അയ്യോ, തമ്പുരാട്ടി വന്നേ, തമ്പുരാട്ടി വരുന്നുണ്ടേ, തമ്പുരാട്ടി, തമ്പുരാട്ടി, അയ്യോ, തമ്പുരാട്ടി വന്നേ, തമ്പുരാട്ടി വന്നേ, അയ്യോ, തമ്പുരാട്ടി വന്നേ, അയ്യോ, തമ്പുരാട്ടി വന്നേ, ഞങ്ങളുടെ നാട് രക്ഷിക്കാൻ തമ്പുരാട്ടി വന്നേ, അയ്യോ, തമ്പുരാട്ടി വന്നേ, നമ്മുടെ നാട് രക്ഷിക്കാൻ തമ്പുരാട്ടി വന്നേ, 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 തമ്പുരാട്ടി, 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 തമ്പുരാട്ടി. ചെല്ലയ്യ, ദേവി, അമ്മേ, ചെല്ലയ്യ, ചെല്ലയ്യ, ഇതെന്റെ മകൻ കാളിയൻ. ചെല്ലയ്യയുടെ കോമന്റെ മകന്റെ മകൻ. ദേവി ഉപാസകയായ എനിക്ക് പകുതി ആണും പകുതി പെണ്ണുമായി ഇവനെ കിട്ടി. നമ്മൾ പറയാറില്ലേ അർദ്ധനാരീശ്വരൻ എന്നൊക്കെ? അതുപോലൊരു സന്തതിയെ
എനിക്ക് കിട്ടി. ഈ നാടിന്റെ നന്മയ്ക്കായി ഈ നാട്ടിലെ വസൂരിയെല്ലാം തുടച്ചു മാറ്റപ്പെടും. ദേവി കോപം മാറ്റാൻ ഇവനാകും എന്റെ മകൻ കാളിയന്. തമ്പുരാനേ, തമ്പുരാനേ, തമ്പുരാനേ. എന്താടാ നീ കിടന്നലർന്നത്? തമ്പുരാനെ, ആ ഗായത്തമ്പ്രാട്ടി വന്നിട്ടുണ്ട്. കൂടെ ഒരു ആണും പെണ്ണും കിട്ടവന്. ആ വരട്ടെ, അവൾ വന്നിട്ട് വേണം ഞങ്ങൾക്കൊരു കൂട്ടം ചെയ്യാൻ. അതെന്തായാലും നന്നായട ജോസെ. ഇനി നമുക്ക് പേടിക്കണ്ടല്ലോ. അവൾ മകനെ കൊണ്ട് പ്രതികാരം ചെയ്യിക്കില്ലല്ലോ. ചെറിയച്ചാ, മകനല്ലല്ലോ, മകളല്ലേ. എത്രയും പെട്ടെന്ന് അവളെ പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ടുവരണം. ഈ കണ്ട സ്വത്തുക്കളെല്ലാം എഴുതി നമ്മുടെ പേരിലാക്കണം. എന്നിട്ട് ഈ മണ്ണിൽ തന്നെ തള്ളയും മകനെയും കൊന്ന് കുഴിച്ചു മൂടണം. അയ്യോ, അനർത്ഥങ്ങളാണല്ലോ. എന്താ അമ്മേത്, ഒരു പല്ലിക്ക് പിടിവിട്ട് താഴെ വീഴാൻ പാടില്ലേ? എടാ, നീ നമ്മളെ ആളുകളോട് ഒന്ന് കരുതിയിരിക്കാൻ പറയൂ. കണ്ടോ അമ്മ? അമ്മ ദേവി, അമ്മേ, ദേവി, എന്റെ നാടിനെ രക്ഷിക്കാനായി. കാളിയാ, നീ തെയ്യം കെട്ടാൻ തയ്യാറാകുക. അതും വസൂരി തെയ്യം തന്നെ. ദേവിയുടെ അനുഗ്രഹം ഈ നാടിനെ രക്ഷിക്കട്ടെ. ഓ, ഇപ്പോഴും നിങ്ങൾ ജീവനോടുണ്ടല്ലേ? അതെ. എന്താ, ഞങ്ങളും നിന്റെ അച്ഛൻ നേരത്തെ പോയതുപോലെ പോകുമെന്ന് വിചാരിച്ചോ? ഇല്ല ചെറിയച്ചാ, അപ്പോ പിന്നെ ഈ ഭൂമിയിൽ ഒരു രസം ഉണ്ടാവില്ലല്ലോ. അമ്മ തമ്പുരാട്ടി പോലും നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ലല്ലോ. ദേവിയെ പോലും ഇരുട്ടിലാക്കിയ ആളല്ലേ നിങ്ങൾ. എന്താ നിന്റെ സ്വരത്തിനൊരു ഭീഷണി? ഓ, ഭീഷണിയോ? ചെറിയച്ചന്മാർക്ക് അങ്ങനെ തോന്നിയോ? എവിടെ തമ്പ്രാട്ടി മകൻ? അവൻ ആണാണോ പെണ്ണാണോ എന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് നാട്ടിലെ സംസാരം. കാളിയ, ഇതെന്റെ മകൻ കാളിയൻ, നിങ്ങൾ ചുട്ടുവന്ന മണിയുടെ മകൻ. പിന്നെ ഇവൻ ആണാണോ പെണ്ണാണോ നിങ്ങൾക്കവനെ എങ്ങനെ കാണാമോ അതുപോലെ കാണുക. കാളിയ, നിന്നോട് ഞാൻ പലപ്പോഴായിട്ട് പല കഥകൾ പറഞ്ഞു തന്നിട്ടില്ലേ? ആ കഥയിലെ കഥാപാത്രങ്ങളാണിവർ. എന്റെ ചെറിയച്ചന്മാർ. തമ്പുരാക്കന്മാരുടെ ആഗമനോദ്ദേശം മനസ്സിലായില്ല? അത് പറയേണ്ട സമയത്ത് പറയാം.
സൂക്ഷിച്ചോ. അവൾക്കെന്തോ ഒരു ശക്തിയുണ്ട്. അവളെ മുന്നിൽ പിടിച്ചു നിൽക്കാനാവുന്നില്ല. ശരിയാണ് വല്യേട്ടാ. ഞാൻ പറഞ്ഞല്ലേ തമ്പ്ര, നമ്മൾ സൂക്ഷിക്കണം. ഒന്ന് പോടാ. ആ തള്ളയും പോട്ടനും നമ്മളെ എന്ത് ചെയ്യാനാ? ആകെ ഒരു വശവശക്കുണ്ട് തമ്പ്ര. ഈ ക്ഷേത്രത്തിൽ കൊടിയേറ്റ് നടത്തുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ നിന്നാണ് എണ്ണ എത്തിക്കുന്നത്. ആ പതിവ് തെറ്റിക്കരുത്. ഉറപ്പായി നമ്മളത് ചെയ്തിരിക്കും. ബെല്ലുപ്പയും ഉപ്പയും ഒന്നും ജീവിച്ചിരിപ്പില്ലെങ്കിലും നമ്മൾ ആ ചടങ്ങ് നടത്തും. ഇവന്മാര് ചാകാറായി, അതായി ഈ ആഘോഷം. തമ്പുരാക്കന്മാരുടെ മനസ്സില് എന്തൊക്കെയോ പരിപാടികൾ ഉണ്ട്. അത് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞാൽ നമുക്ക് അനുസരിക്കാം. ഇപ്പം അതാണല്ലോ നമ്മുടെ കടമ. തമ്പുരാട്ടി, ഞങ്ങളുടെ കരയിലും വസൂരി കുറവുണ്ട്, തെക്കേക്കരയിലും കുറയുന്നു എന്ന് കേൾക്കുന്നു. ഓ, എല്ലാം ദേവിയുടെ അനുഗ്രഹം. ഇനി ഈ ദേശത്ത് വസൂരി ഉണ്ടാവില്ല. അമ്മയുടെ അനുഗ്രഹം ഈ നാടിന് തുണയായി ഉണ്ടാവും. എല്ലാ വർഷവും ഇവിടെ ഇനി തെയ്യവും ഉണ്ടാവും. നാളിതുവരെ ഉണ്ടായ എല്ലാ ദോഷങ്ങളും മാറും എന്ന് ദേവി അരുളി ചെയ്തിരിക്കുന്നു. അമ്മേ, എൻ്റെ മകനെ കാത്തോളേ. ചെല്ലയ്യ, നമ്മുടെ ഈ നാടിൻ്റെ ശാപം മാറും. വസൂരിയെല്ലാം ദേവി മാറ്റിത്തരും. എല്ലാവരും സന്തോഷമായി ഇരുന്നോളൂ. ആ അമ്മയെയും മകനെയും പിടിച്ചു കൊണ്ടുവരണം. അവളെ കൊണ്ട് ഈ സ്വത്തുക്കൾ നമുക്ക് തന്നതായി തെളിവാക്കിയെടുക്കണം. എന്നിട്ട് ആ രണ്ടെണ്ണത്തിനെയും ഈ വൈക്കോൽ കൂമ്പാരത്തിലിട്ട് കത്തിക്കണം. പുറലോകം അറിയരുത്. അതിന് അച്ഛൻ പേടിക്കണ്ട, എല്ലാം ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഉപ്പച്ചി, എനിക്ക് പൊരി വാങ്ങിച്ചതാ. വാ മക്കളെ, വാ. കുട്ടിക്ക് പൊരി കൊടുക്കൂ.
ഇന്ന് ഉത്സവം തീരുന്ന ദിവസം ഇന്ന് രാത്രി അത് സംഭവിക്കണം.
വലിയ ദുരന്തം നടക്കുന്നു. ഈ നാടിന്റെ ശാപം മാറും. മോളെ കാവേരി, എനിക്കിനി കുറച്ച് ദിവസത്തേക്ക് അമ്പലത്തിൽ കയറാൻ പറ്റാത്ത അവസ്ഥ വരികയാണ്. ഞാൻ ഇനി അമ്പലത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്നു. ആ തമ്പുരാട്ടമ്മേനെ ഒന്ന് വിളിക്കോ? ഞാൻ മോളെ വിളിക്കാം. മോളെ മോളെ ഗായത്രി, കേറി ഇരിക്ക്.